മഴ എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വെളുപ്പിലെ 4 മണിക്ക് എഴുന്നേറ്റപ്പോഴുണ്ടല്ലോ നല്ല പേര് മഴ പുറത്ത്. ഈ സമയത്താണെങ്കിൽ നല്ല മൂടി പുതച്ച് കിടന്ന് ഉറങ്ങേണ്ട നേരമല്ലേ, പക്ഷേ മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാൻ നിവർത്തിയില്ല. ആളിന് ചോറ് കിട്ടാനുള്ളത് കൊണ്ടിട്ട് ദേ എഴുന്നേറ്റിങ്ങ് പോന്നേ. പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു കേട്ടോ, ചേച്ചി ഇത്രയും നേരത്തെ എഴുന്നേറ്റിട്ട് ചോറ് വെക്കണത് എന്തിനാണ്, തലേ ദിവസം തിളപ്പിച്ചിറക്കി വെച്ചാൽ അത്രയും സുഖമല്ലേ എന്ന്. അപ്പം ഞാൻ കരുതി എന്നാൽ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പം പിന്നെ എന്തിനാണ് ഇത്രയും നേരത്തെ എഴുന്നേറ്റെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് എന്തോരം സമയം കിട്ടിയാലും രാവിലെ തികയാത്ത പോലെ തോന്നും കേട്ടോ. പ്രത്യേകിച്ച് ആമിക്കുട്ടിയുടെ കാര്യത്തിൽ ഞാനാണെങ്കിൽ അടുക്കളപ്പണി മൊത്തം ഒതുക്കി വെച്ചിട്ടാണ് ആമിനെ എഴുന്നേൽപ്പിക്കുള്ളൂ. പക്ഷെ ആമിനെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ച് വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ വെപ്രാളമായി പോകും. പിന്നെ വണ്ടി വരണ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഒറ്റ ഓട്ടമാണ് കേട്ടോ റോഡിലോട്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അത്രയും നേരത്തെ എഴുന്നേറ്റത്. എന്നാലും എനിക്ക് അന്ന് സമയം തികഞ്ഞില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അതേ തിളപ്പിച്ചിറക്കി വെച്ച ചോറ് ഒന്നുകൂടെ ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്കുള്ളതെല്ലാം തലേ ദിവസം തന്നെ ഗോവയ്ക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂന്തൽ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചാള വറുക്കാനുള്ള അരപ്പൊക്കെ തേച്ച് അതും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതേ ഗോവയ്ക്ക താളിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടൊരു കുഞ്ഞ് സവോള അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ചേർത്ത് ഞാൻ കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ടാണ് കടുകൊക്കെ പൊട്ടിച്ച് അടുപ്പത്ത് വെച്ച് ദേ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവിയിലിരുന്ന് ആയിക്കോട്ടെ. ആ നേരം കൊണ്ട് നമ്മുടെ ചോറ് തിളച്ച്. അപ്പോൾ ഞാൻ അതും ചരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 5-6 ഉള്ളു കേട്ടോ. അതിലോട്ടൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഈ ചാളയും കൂന്തലൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ പോയി. അപ്പോൾ ചാള വറക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഞാനൊരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ചു കേട്ടാ. ചായ കുടിക്കാനായിട്ട് വല്ലാത്ത സംഭ്രമം. കൂന്തൽ ഇതേ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അത് ഇതേപോലത്തെ കൈ കൊണ്ട് തന്നെ ഒന്ന് കിള്ളി ഇത് വട്ടത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കത്തി കൊണ്ട് അരിയണമെന്നില്ല, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കിള്ളുമ്പോൾ തന്നെ അതിങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതേ വറുക്കാനിട്ട മീൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മുരിച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ അതെ നമുക്ക് കൂന്തൽ ഞാനിന്ന് തോരൻ പോലെയാണ് വെക്കണത്. അതായത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കും, നല്ല മൊരിയിച്ച്. അപ്പോൾ അതേ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂന്തൽ പുഴുങ്ങി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തോട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റണം. ഉള്ളി നല്ലതുപോലെ വഴണ്ട് വന്നതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ചേർത്ത് മൂപ്പിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കൂന്തലിലും അധികം തേങ്ങയാണ് ചേർത്തേക്കണത്. കാരണം കൂന്തലിൻ്റെ അവസ്ഥ കണ്ടല്ലോ, വളരെ പരിതാപകരമാണ്. അതുകൊണ്ടിട്ട് കുറച്ചധികം തേങ്ങ ചേർത്തിട്ടുണ്ട്. അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഡ്രൈ ആകണ വരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ പുഴുങ്ങി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂന്തലില്ലേ, അതും കൂടെ ചേർത്ത് നല്ലപോലെ മൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡിയായി. ഗോവയ്ക്ക താളിച്ചത്, മീൻ വറുത്തത്, പിന്നെ കൂന്തൽ തോരൻ. കൂന്തൽ തോരൻ്റെ റെസിപ്പി കുറേ പേര് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കണത്. പിന്നെ അതേ കറികളൊക്കെ റെഡി ആയപ്പോഴത്തേക്കും മാലിന് ചോറ് കെട്ടി, കുറേ പാത്രങ്ങളുണ്ടായി, അതും തേച്ച് കഴുകി വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് അങ്ങനെ ദേ ആമിക്കുട്ടിക്കുള്ള കറിയും കൂടെ ദേ കറിപ്പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. കൂന്തൽ തോരനാണ് കേട്ടോ ആമിക്ക് വെച്ച് കൊടുത്തേക്കണത്. അങ്ങനെ ദേ രാവിലെ അടുക്കളയായിട്ട് യുദ്ധം കഴിഞ്ഞ് കേട്ടോ പാത്രമുള്ള കേട്ടോ.